ഇനി അടുത്തതിലേക്ക് 101 നോട്ടി ഇത് എടുക്കത്തക്കോണം കെട്ടി ഒരാളോട് ഇതാണ് റൂം നമ്പർ കേട്ടോ. അത് അല്പം പറയാൻ പോകണ്ട. ആദ്യമേ പേര് ഇതിനൊരു ഫോട്ടോ എടുക്കണേ, ഗ്രൂപ്പിലിടാൻ വേണ്ടി. ചിത്രകാരന്മാരെ, മഴയെ ക്യാമ്പിൻ്റെ ആദ്യ പടി എന്നോണം നമ്മളുടെ ക്യാൻവാസ് നമ്മൾ കൈമാറുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മളുടെ രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പി ജേക്കബ് സാറിനെ ക്ഷണിച്ചുകൊള്ളു. ബഹുമാനപ്പെട്ട അച്ഛൻ, അസിസ്റ്റന്റ് ഡയറക്ടർ ജോസ്, ഇവിടെ വന്നിരിക്കുന്ന ബാക്കി എല്ലാ ആർട്ടിസ്റ്റുമാർ, നമുക്കൊരു സന്തോഷകരമായിട്ടുള്ള 3ാം വർഷമാണ് നമ്മളുടെ ഈ മഴയെ ക്യാമ്പ് നടത്തുന്നത്. നമ്മളിത്തവണ ആലപ്പുഴ വെച്ച് ഡയസിസിൻ്റെ തന്നെ പാസ്റ്റൽ സെൻറ്ററിലാണ് നമ്മൾ നടത്തുന്നത്. അതിൻ്റെ ഡയറക്ടറാണ് ഫാദർ ക്രിസ്റ്റഫർ അട്ടശ്ശേരി, പിന്നെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ മിസ്റ്റർ ജോസും ഉണ്ട് ഇവിടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ ക്യാൻവാസ് ഉപയോഗിക്കുമ്പോഴും കളർ ഉപയോഗിക്കുമ്പോഴും ഒന്നും നിലത്ത് വീഴാതെയും പിന്നെ നമ്മൾ കഴുകുന്ന വെള്ളം മരത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കാതെയും ഏറ്റവും വൃത്തിയായിട്ട് നിർത്തണം. പിന്നെ നമ്മൾ കസേരയിൽ പോലും ഒന്നും വീഴിക്കല്ലേ. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അതാണ് ശ്രദ്ധിച്ചിട്ടുള്ളത്, അതാണ് ഇപ്പോഴും പറയാനുള്ളത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇനിയും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലം നമുക്ക് കിട്ടണം. ഇപ്പോൾ തന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛോ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ഇതുപോലെ ഒരു പാസ്റ്റൽ സെൻറ്ററിലാണ് നടത്തിയത്, അവിടെ ഇതുപോലെ തന്നെ ഞങ്ങളെല്ലാം ക്ലീൻ ആക്കിയിട്ടാണ് പോയത്. അതുകൊണ്ട് ഞങ്ങളുടെ സൈഡിൽ നിന്നും വളരെ വൃത്തിയായിട്ട് തന്നെ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 300ഓളം ആർട്ടിസ്റ്റ്മാർ ഇന്ന് 2 ദിവസം ഇവിടെ ക്യാമ്പ് ചെയ്യുകയാണ്, ചിത്രം വരയ്ക്കുകയാണ്. നമ്മളെല്ലാം ഒരു കൂട്ടായ്മയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് ഏറ്റവും ഭംഗിയായിട്ട് ഇത് നടത്തണം. ഈ ചിത്രങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ കിറ്റിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നമ്മൾ ആ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് ഓരോരുത്തരുടെ നമ്പർ, സീരിയൽ നമ്പർ. ആ സീരിയൽ നമ്പർ തന്നെയാണ് കിറ്റിന് കൊടുത്തിരിക്കുന്നത്. ആ കിറ്റിൽ തന്നെ ക്യാൻവാസിനും സെയിം നമ്പറാണ്. പിന്നെ നമ്മൾ പാലറ്റായിട്ട് ഉപയോഗിക്കേണ്ട പേപ്പർ പ്ലേറ്റ് ഉണ്ട്, അതിനും സെയിം നമ്പർ തന്നെ കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് ആരെങ്കിലും വലിച്ചെറിഞ്ഞാലും നമുക്കറിയാവുക്കും. പിന്നെ ഒരു ഗ്ലാസും തരുന്നുണ്ട്, പിന്നെ ഒരു മഗ്ഗും തരുന്നുണ്ട് വെള്ളം എടുക്കാനുള്ള. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. വേറെ നമ്മളിപ്പം അച്ഛൻ ആദ്യത്തെ ക്യാൻവാസ് നമുക്കറിയാം മദനുണ്ട്. മദനിന് പലരും മദനെ കാണാൻ തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അവസരമാണ്. അപ്പം പിന്നെ അച്ഛനുമൊക്കെ ആദ്യത്തെ ക്യാൻവാസ് മദനിന് കൊടുത്തുകൊണ്ട് നിർവഹിക്കണമെന്ന്. ക്യാമ്പിന് എല്ലാ ഭാവുകങ്ങളും ഈശ്വരാനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് മദനൻ സാറിന് ഇത് കൈമാറും.
ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പീരീഡിൽ സുവർണ കാലഘട്ടം എന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു സുവർണ കാലഘട്ടം, പരിഷത്തിൻ്റെ ഒരു സുവർണ കാലഘട്ടമാണ് സത്യത്തിൽ ഈ സിറിൻ്റെ നേതൃത്വത്തിൽ, ഈ ഷാജി പാമ്പിളിയുടെ നേതൃത്വത്തിൽ, രാജീവ് കോട്ടകലിൻ്റെ നേതൃത്വത്തിൽ 3-ാം വർഷത്തിൽ കിടക്കുന്നത്. ഇതുപോലൊരു സുവർണ കാലഘട്ടം ചിത്രകാരന്മാരൊരു കൂട്ടായ്മയിൽ ഇത്രയും കാലത്ത് ഞാൻ അനുഭവിച്ചിട്ടില്ല. അതിൻ്റെ ഒരു സന്തോഷ മുഖങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത് വളരെ ഗംഭീരമായി തുടർന്നും പോകണമെന്ന് ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നു. ഇനി എല്ലാവരും നിങ്ങളൊക്കെ ഉള്ള കൈകളാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എല്ലാ നന്മകളും നേരുന്നു. അപ്പോൾ നമ്മൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളവിടുന്ന് ക്യാൻവാസ് നമുക്കവിടെ പോയി നമ്മളെ രജിസ്റ്റർ നമ്പർ പറഞ്ഞാൽ അവിടുന്ന് ക്യാൻവാസ് കിറ്റ് കിട്ടും. അതിനുശേഷം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചെയറുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ നമ്പർ ചെയറിൽ രേഖപ്പെടുത്തുന്നതാണ്. എന്നിട്ട് ചെയറും എടുത്തിട്ട് നമുക്ക് ഇനി വരയ്ക്കാം. നമ്മൾ ഇനി 4 മണിക്ക് നമ്മളുടെ ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ മുരളി ചീരോത്തിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഏറ്റവും പഴയ മെമ്പറായിട്ടുള്ള മാമൻ സാറിനെ നമ്മൾ ആദരിക്കുന്നുണ്ട്. അപ്പം 4 മണിയാകുമ്പോൾ നമ്മൾ ഓഡിറ്റോറിയത്തിൽ പിന്നെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയും അതുപോലെ തന്നെ നമ്മൾ ആ പ്രോഗ്രാമും അതുണ്ട്. അപ്പോൾ എല്ലാവരും ഇനി വരയ്ക്കുക, നല്ല ചിത്രങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാവരും കിറ്റിൽ എല്ലാവരും നോക്കണം. അതിൻ്റെ അകത്ത് കിടക്കുന്ന ബാഡ്ജ് നമ്പറും ഈ കിറ്റിൻ്റെ സൈഡിലുള്ള നമ്പറും സർട്ടിഫിക്കറ്റിലെ പേരും സെയിം തന്നെയാണോ, ഇല്ലെങ്കിൽ പറയുക. അപ്പം കിറ്റിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ മഗ്ഗും ഗ്ലാസും പുറത്ത് വെച്ചിട്ടുണ്ട്. അതും അവർ വോളണ്ടിയേഴ്സ് തരും. ശരി ശരി. അപ്പോൾ 20 കൊടുത്താ ക്യാൻവാസ് കൊടുത്താ 20 കൊടുത്താ 21 തന്നല്ലോ. ഇല്ല അതെന്റെ ക്യാൻവാസ് 21 അപ്പോൾ
സന്ധ്യ. ഞാൻ ശരിക്കും പ്രൊഫഷണലി ഒരു സിവിൽ എഞ്ചിനീയറാണ്. ഞാൻ സ്ഥിരമായി ആർട്ട് വർക്ക് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളല്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബ്രേക്ക് കഴിഞ്ഞൊരു റീസ്റ്റാർട്ട് പോലെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഞാൻ റീസെൻ്റ്ലി ജോയിൻ ചെയ്തതാണ് കേരള ചിത്രകലാ പരിഷത്തിൽ. ഇതെൻ്റെ ഫസ്റ്റ് ക്യാമ്പാണ്. ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. കാരണം മറ്റുള്ളവരുടെ വർക്ക് കണ്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്നൊരു ക്യാമ്പ് കൂടിയാണ്. എൻ്റെ പേര് ഇൻസൻ. ഞാൻ എറണാകുളത്ത് വന്നത്. ഞാനിപ്പോൾ 2 വർഷത്തോളം ഇപ്പോൾ പാരിഷത്തിൻ്റെ എല്ലാ ക്യാമ്പിലും അറ്റൻഡ് ചെയ്യണത്. ഞാൻ കൂടുതലും അക്രലിക്കും ഓയിലാണ് കൂടുതലും ചെയ്യണത്. എൻ്റെ വർക്കെന്ന് വെച്ചാൽ പ്രൊഫഷണൽ ആർട്ട് തന്നെ എൻ്റെ വർക്ക്, ഫുൾ ടൈം ആർട്ട്. ഇതിലൂടെ ഇപ്പോൾ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യുന്ന കുറേ ആർട്ടിസ്റ്റുമാരെ കാണാൻ പറ്റുന്നു, പുതിയ സ്റ്റൈൽ കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കര ഉപകാരം. ഇപ്പോൾ തന്നെ ബിഗിനേഴ്സിന് എല്ലാത്തിനും ഭയങ്കര എന്താ പറയുക. ഞാൻ കിഷോർ കുമാർ, മാഹി സ്വദേശിയാണ്. കണ്ണൂർ ജില്ലയിലെ മാഹി ഫ്രഞ്ച് യൂണിയൻ പ്രദേശം. ഞാൻ ചിത്രകലാ അധ്യാപകനാണ്. പിന്നെ സംഗീതത്തോടും താല്പര്യമുണ്ട്. പിന്നെ ക്യാമ്പിൽ ഇപ്പോൾ 2 വർഷമായി തുടർച്ചയായിട്ട് നമ്മൾ ചിത്രകലാ പരിഷത്തിൻ്റെ ക്യാമ്പിൽ പങ്കെടുക്കുന്ന വളരെയേറെ എന്താ പറയുക എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അനുഭവപരമായിട്ടുള്ളൊരു ക്യാമ്പ് കൂടിയാണിത്. പിന്നെ അത് 35 വർഷത്തോളം ആർട്ട് ഫീൽഡിൽ തന്നെയാണ്. ആർട്ടിൻ്റെ എല്ലാ വർക്കും ചെയ്യുന്നുണ്ട്. സ്കൾപ്ചറിങ്, കൊളാഷ് വർക്ക്, ഇലസ്ട്രേഷൻ വർക്ക്, അങ്ങനെ പല വർക്കുകളും ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആർട്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ സർവോപരി ഇങ്ങനെ ഒരു ക്യാമ്പ് വരുമ്പോൾ കിട്ടുന്ന ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് പല ചിത്രകാരന്മാരുടെ ശൈലികൾ, അവരുടെ പിന്നെ ചെയ്യുന്ന രീതികൾ, അതൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ കൂടുതൽ കരുത്താകാനും അടുത്ത വരയ്ക്കാൻ ശ്രമിക്കുന്ന ചിത്രങ്ങൾക്ക് കൂടുതൽ മികവോടെയും കൂടുതൽ എന്താ പറയുക വ്യക്തതയോടും കൂടി വരയ്ക്കാനും പിന്നെ പുതിയ ആശയങ്ങൾ ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. പിന്നെ പുതിയ സൗഹൃദങ്ങൾ, കൂട്ടായ്മ കൊണ്ടുള്ള സൗഹൃദങ്ങൾ ഉണ്ടാകുന്ന ഒക്കെയാണ് ഈ ക്യാമ്പ് കൊണ്ട് സാധ്യമാകുന്ന ഏറ്റവും ഗുണകരമായ കാര്യം എന്നുള്ളത് സാർത്ഥകമായ കാര്യമാണ്. എൻ്റെ പേര് ഫ്രെഡറിക് ബെറിദ് എന്നാണ്. തലശ്ശേരിയാണ് പിന്നെ വർക്ക് ചെയ്യുന്നത്. സെൻറ്റ് ജോസഫ് ഹൈസ്കൂളിൽ ഡ്രോയിങ് ടീച്ചറായിട്ട് 28 വർഷം സേവനമനുഷ്ഠിച്ചു. സ്വദേശം മാഹിയാണ്. പിന്നെ ആർട്ട് വർക്കിലും എൻ്റെ ഈ കലാപരമായിട്ടുള്ള ഈ ഫീൽഡിൽ 30 വർഷമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അതിനിടയിലായിട്ട് ഞാൻ പിന്നെ TTCയുടെ പിന്നെ ടീച്ചിങ് എഡ്യൂക്കേറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു 3 വർഷം. പിന്നെ കലാഫീൽഡിൽ തന്നെ ഈ ക്യാമ്പിൽ ഞാൻ ആദ്യമായിട്ടാണ്, പല ക്യാമ്പിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. ചിത്രകലാ പരിഷത്തിൻ്റെ ക്യാമ്പിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. ഞാൻ VCN ബാബു, കണ്ണൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. കണ്ണൂർ റൂട്ട് സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള സ്ഥാപനത്തിൽ കലാവിഭാഗത്തിൻ്റെ അധ്യാപകനായിട്ട് ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ചിത്രകലാ പരിഷത്തിൻ്റെ കഴിഞ്ഞ ക്യാമ്പിൽ പങ്കെടുക്കണമെന്ന് കഴിഞ്ഞില്ല. ഇപ്പോൾ വർഷങ്ങളായിട്ട് ചിത്രകലാ പരിഷത്തിൻ്റെ സഹയാത്രികനായിട്ട് കൂടെയുണ്ട്. നല്ല രീതിയിൽ തന്നെ ഈ ഒരു പ്രവർത്തനം, വളരെയധികം നല്ല പ്രവർത്തനം തന്നെയാണ് ചിത്രകലാ പരിഷത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 300-ൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഒരു ക്യാമ്പിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നതും. അതിൻ്റെ നടത്തിപ്പിനെ കുറിച്ചൊന്നും പറയാതിരിക്കാൻ നല്ലത്. അത്രയധികം ഗംഭീരമായിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ചിത്രകലാ പരിഷത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിത്രങ്ങൾ കാണാനും അതുപോലെ ചിത്രകാരന്മാരെ പരിചയപ്പെടാനും കഴിഞ്ഞതാണ് ഈ ഒരു ക്യാമ്പിലെ ഏറ്റവും വലിയ ഒരു വിജയമായിട്ട് ഞാൻ കാണുന്നത്. കാരണം കേരളത്തിനകത്തും കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള കലാകാരന്മാരെ കാണാനും പരിചയപ്പെടാനും അവരുടെ വർക്കുകൾ കാണാനും വർക്ക് ചെയ്യുന്ന രീതി മനസ്സിലാക്കാനും പറ്റി എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ക്യാമ്പിലെ ഏറ്റവും വലിയ വിജയമായി കാണുന്നത്. ഇനിയും ചിത്രകലാ പരിഷത്ത് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ് എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഞാൻ ബീന സന്തോഷ്, റിട്ടയർഡ് ടീച്ചറാണ്, ഡ്രോയിങ് ടീച്ചറാണ്. തൃശ്ശൂർ കോളേജ് ഓഫ് ഫൈനാൻസിലാണ് പഠിച്ചിരുന്നത്. ചാലക്കുടിയാണ് സ്വദേശം. പഠിപ്പിക്കുന്ന കാലത്ത് ചെറിയ രീതിയിലൊക്കെ ചിത്രരചനകൾ നടത്തിയിരുന്നു. എന്നാൽ കൂടുതൽ സജീവമായിട്ട് വന്നത് ഇപ്പോഴാണ്. റിട്ടയർമെൻറ്റിന് ശേഷമാണ്. ചിത്രകലാ പരിഷത്തിൻ്റെ പുതിയൊരു മെമ്പറാണ് ഞാൻ. എന്നാൽ മെമ്പറാവുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് ഒരിക്കൽ ചിത്രകലയുമായിട്ട് ബന്ധപ്പെട്ട് ക്യാമ്പിന് പങ്കെടുക്കാനും എക്സിബിഷന് പങ്കെടുക്കാനുള്ള അവസരമൊക്കെ ചിത്രകലാ പരിഷത്ത് തന്നിരുന്നു. ഇപ്പോൾ പുതിയ മെമ്പറായതിനു ശേഷമുള്ള 2ാമത്തെ ക്യാമ്പാണിത്. ആദ്യം തൃശ്ശൂർ ലളിതകലാ അക്കാദമിയിൽ വെച്ചിട്ടൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ വെച്ച് 2ാമത്തെ സ്റ്റേറ്റ് ക്യാമ്പിൽ പങ്കെടുക്കുകയാണ്. ഒരുപാട് ക്യാമ്പുകളിലൊക്കെ ഇത് ഏതാണ്ട് ഒരു 1-1.5 വർഷം 2 വർഷമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. എക്സിബിഷനുകളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഇവരുടെ ഒരു പ്രവർത്തനവും സംഘാടന മികവും എല്ലാം എടുത്തു പറയത്തക്ക രീതിയിലുള്ളതാണ്. എല്ലാവിധ ആശംസകളും ചിത്രകലാ പരിഷത്തിന് നേർന്നുകൊണ്ടു. കൂടുതൽ ഇതിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കാനുള്ള താല്പര്യത്തോടു കൂടി തന്നെ ഞാൻ ഇന്ന് ഇവിടുന്ന് സന്തോഷത്തോടു കൂടി ഇവിടെ വാങ്ങുകയാണ്. എൻ്റെ പേര് സുബൈർ. ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഗുരുവായൂരിൽ നിന്നാണ്. ഏതാണ്ട് ഒരു 2 വർഷത്തോളമായി ചിത്രകലാ പരിഷത്തിൽ ജോയിൻ ചെയ്തിട്ട്. ഒരുപാട് ഇവരുടെ ക്യാമ്പുകളിൽ തൃശ്ശൂർ PC കേരള സ്റ്റേറ്റ് ക്യാമ്പ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അതിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു.
പിന്നെ തൃശ്ശൂർ ജില്ലാ ക്യാമ്പ് ഉണ്ടായിരുന്നു, തൃശ്ശൂർ നമ്മുടെ തേക്കിൻകാട് മൈതാനത്ത് വെച്ചിട്ട്, അതിലും പങ്കെടുത്തിരുന്നു. ഒരുപാട് ക്യാമ്പുകളും ഒരുപാട് എക്സിബിഷൻസും ധാരാളം ഈ പരിഷത്തിൻ്റെ അണ്ടറിൽ നടക്കുന്നുണ്ട്. അതിലും സജീവമായിട്ട് പങ്കെടുക്കാറുണ്ട്. മറ്റുള്ള പല ക്യാമ്പുകളിലും പങ്കെടുക്കാറുണ്ട്. ആക്ച്വലി ഇപ്പോൾ ഞാൻ പ്രൊഫഷണലി ആർട്ടിസ്റ്റാണ്, ബേസിക്കലി ആർട്ടിസ്റ്റാണ്. തൃശ്ശൂർ കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ പഠിച്ചതാണ്. അതിനുശേഷം വിദേശത്തായിരുന്നു 10-25 വർഷമായിട്ട്. അവിടെ പല ഡിഫറെൻറ്റ് മീഡിയകളിൽ മീഡിയ അഡ്വർടൈസിങ്ങിലും അതുപോലെ തന്നെ ശേഷം ഇൻറ്റീരിയർ ഡിസൈനിങ് കമ്പനികളിൽ യൂറോപ്യൻ ഇൻറ്റീരിയർ ഡിസൈനിങ് കമ്പനികളിലൊക്കെ ധാരാളം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം സ്വന്തമായിട്ട് ഒരു ഇൻറ്റീരിയർ കമ്പനി ഉണ്ടായിരുന്നു ദുബായിൽ. ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനികളുടെ വർക്കുകളെല്ലാം ചെയ്തിരുന്നു. പിന്നെ ഖത്തറിന് വേണ്ടി ഒരു ഷിപ്പ് ഇൻറ്റീരിയർ ഒക്കെ ചെയ്തിരുന്നു. ശേഷം തിരിച്ച് നാട്ടിൽ വന്നപ്പോൾ ഇവിടെ നാട്ടിൽ ഗുരുവായൂർ എനിക്ക് സ്വന്തം ഫേമുണ്ട് ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ. അതുപോലെ തന്നെ ബാംഗ്ലൂരിലുണ്ട് അതിൻ്റെ ബ്രാഞ്ച് ഓഫീസ് ഒക്കെ ആയിട്ട് നീങ്ങുന്നു. ഇതിനിടയ്ക്ക് നമ്മളെ രംഗങ്ങളിൽ ഇതേപോലെയുള്ള ക്യാമ്പുകളിലും കിട്ടുന്ന സമയങ്ങളെല്ലാം ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ഇതുപോലുള്ള ചിത്രകലാ പരിഷത്തിൻ്റെ ഈ ക്യാമ്പുകൾ ഭാവിയിലും നല്ലപോലെ ഉണ്ടാവണം, അതെല്ലാം പങ്കെടുക്കുന്നുള്ള ആഗ്രഹമുണ്ട്. എല്ലാവിധ ഭാവങ്ങളും ചിത്രകലാ പരിഷത്തിന് വേണ്ടി അർപ്പിക്കുന്നു. താങ്ക് യു. എൻ്റെ പേര് സനില ജോർജ്. ഞാൻ പത്തനംതിട്ട ജില്ലയിലാണ്. 3 വർഷമായിട്ട് കേരള ചിത്രകലാ പരിഷത്തുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. ഞാൻ ഒരു ടീച്ചറാണ്, അടൂരിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരടുത്ത് കീഴിലെത്തുന്നതാണ് ഞാൻ വരുന്നത്. ചിത്രകലാ അധ്യാപകനായിരുന്നു. ഇപ്പോൾ ചിത്രകലയും പെയിൻറ്റിങ്ങും ക്യാമ്പും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നു. ഇവിടെ മഴയെ 23-24 തീയതികളിൽ നടക്കുന്ന പരിഷത്തിൻ്റെ ഈ ക്യാമ്പിൽ സജീവമായി പങ്കെടുക്കുന്നു. വളരെ മനോഹരമായ 250ഓളം പേര് പങ്കെടുക്കുന്ന വലിയ ക്യാമ്പ് പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം തോന്നുന്നു. ചിത്രകാരന്മാർക്ക് നല്ലൊരു പ്രോത്സാഹനമാണ് ക്യാമ്പ്. ധാരാളം വ്യത്യസ്തമായ പെയിൻറ്റിങ്ങുകൾ കൊണ്ട് നമ്മുടെ മനസ്സിന് ഒരുപാട് കുളിർമയേകുന്ന ഈ കലാപരിപാടിയാണ് നടക്കുന്നത്. ഞാൻ അനഘ അനിൽ. ചിത്രകലാ പരിഷത്തുമായിട്ട് 1 വർഷത്തെ ബന്ധമാണുള്ളത്. എൻ്റെ സ്വദേശം പത്തനംതിട്ടയാണ്. ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് കുഞ്ഞികൃഷ്ണൻ. സ്വദേശം വടകരയാണ്, കോഴിക്കോട് ജില്ല. എൻ്റെ നാട്ടിലുള്ള ആർക്കും ഞാനിങ്ങനെ വരക്കുന്നതായിട്ട് വലിയൊരു ഇതൊന്നുമില്ല. വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വരെയാണ്. പിന്നെ ഈ പരിഷത്തുമായിട്ട് ഞാൻ ബന്ധപ്പെടാൻ കാരണം ചെറുപ്പകാലം മുതലേ ആർട്ടിസ്റ്റ് മദൻ സാറും ഞാനുമായിട്ട് അത്രയും നല്ലൊരു ബന്ധമാണ്. മദൻ സാറിൻ്റെ ഒരു പിന്നെ സഹായം എന്ന് തന്നെ പറയാം. അങ്ങനെയാണ് ചിത്രകലാ പരിഷത്ത് എന്ന മദൻ സാർ പരിചയപ്പെടുത്തി തരുന്നത്. ചെറുപ്പത്തിലേ ഞാൻ വരക്കുമായിരുന്നു. പക്ഷേ വീട്ടിലുള്ള ദാരിദ്ര്യവും വിഷമവും ബുദ്ധിമുട്ടെല്ലാം കാരണം കുടുംബഭാരമുള്ളതുകൊണ്ട് ഞാൻ വരയിൽ നിന്നെല്ലാം വിട്ട് ബിൽഡിംഗ് പെയിൻറ്റിങ് വർക്കും വണ്ടി പെയിൻറ്റിങ്ങും ഒക്കെ ആയി അതിൽ വരയും കാര്യങ്ങൾ അതിലൊരു ഇത് കണ്ട് ആടുന്ന കാലം കുറേ കഴിഞ്ഞതിന് ശേഷം കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ആയി. പിന്നെ മകളെ ഭർത്താവ് ഷിപ്പിലാണ്. മകളെ ഭർത്താവിൻ്റെ ഒരു സബ്മറൈൻ മുങ്ങിക്കപ്പൽ വരച്ചതിന് ശേഷമാണ് പ്രധാനമായിട്ട് ഭാര്യയുടെ നിർബന്ധമാണ് ഞാൻ ഈ വരയിലേക്ക് വരുന്നു. പിന്നെ മ്യൂറൽ ചെയ്യാറുണ്ട്. അതും ഭാര്യേൻ്റെ ഒരു നിർബന്ധം കൊണ്ടാണ് മ്യൂറൽ ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സതീഷ് തായാട്ട് നമ്പൂതിരി സാറിൻ്റെ കീഴിലാണ് മ്യൂറൽ ഞാൻ പഠിക്കുന്നത്, കോഴിക്കോട് വെള്ളിമാട് കുന്നിലുള്ള. ഇപ്പം ഈ വരയായിട്ട് ബന്ധപ്പെട്ട് വരക്കുന്ന ഇപ്പോൾ അത്യാവശ്യം വരക്കാറുണ്ട്. ഇതെല്ലാം വയസ്സുകാലത്താണ് തോന്നുന്നത് എന്നുള്ള ഇതേ ഉള്ളൂ. പക്ഷേ വളരെ നല്ല രീതിയിൽ തന്നെ വരച്ച് എനിക്ക് ആഗ്രഹം കോഴിക്കോട് ഇവിടെ ആർട്ട് ഗാലറിയിൽ ഒരു പ്രദർശനം വെക്കണമെന്നാണ് എൻ്റെ ഒരു മോഹം. അതിന് ഞാൻ ചിത്രങ്ങളിങ്ങനെ വരച്ച് സ്റ്റോറിയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നിന്ന് വന്നപ്പോൾ എനിക്ക് ഇവിടെയുള്ള ഇതിൻ്റെ സംഘാടകരൊക്കെ പറഞ്ഞാൽ മതി വരില്ല. അത്രയും സ്നേഹവും അത്രയും ഒരു കുടുംബ ബന്ധം പോലെയാണ് അവർ നമ്മളോട് പെരുമാറുന്നതും. ഇവിടെയുള്ള ഒരു കുടുംബ വീട്ടിൽ പോയ പോലെയാണ് ഇവിടെയുള്ള ഭക്ഷണ രീതിയും കാര്യങ്ങളും താമസവും എല്ലാം ഏർപ്പാടായി തന്നത്. അതുകൊണ്ട് എത്ര ഈ സംഘടനയോട് നന്ദി പറഞ്ഞാലും മതിയാവില്ല. എപ്പോഴും സംഘടനയോട് കടപ്പെട്ട ഒരാളാണ്. എന്നെ ആൾക്കാർ വിളിക്കുന്നത് KK വടകര എന്നാണ്. KK വടകര എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്ക് എന്നെ അറിയാം. ആ രീതിയിൽ മുന്നോട്ട് പോകുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.